ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഈ വിധമുള്ള സ്തോത്രകാവ്യമായ ശ്രീമന് നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെയും നാരായണ ഭട്ടപാദരുടെയും പാദാരവിന്ദങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്നു. ഇന്ന് 235 ദിവസം. ശ്രീമന് നാരായണീയം 23 ദശകത്തിൽ 3 ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം, പിന്നീട് അതിൻ്റെ അർത്ഥം, വീണ്ടും മനനം, അതിനുശേഷം ഭാഷാഗാനമായ ശ്രീഹരിയം. ഷഷ്ട്യാ തതോ ദുഹിതൃഭി സൃജത കുലൗഘാൻ ദൗഹിത്രസൂനുരഥ തസ്യ സ വിശ്വരൂപാം ത്വൽസ്തോത്രവർണ്ണിതമജാപയദിന്ദ്രമാജോ ദേവ തുദീയമഹിമാ ഖലു സർവജൈത്രാം. തഥാ ഷഷ്ട്യാ ദുഹിതൃഭി കുലൗഘാൻ സൃജത തസ്യ ദൗഹിത്രസൂനു സ വിശ്വരൂപ അധ ആജൗ ഇന്ദ്രം ത്വൽസ്തോത്രവർണ്ണിതം അജാപയൽ ദേവ ത്വദീയമഹിമ സർവജൈത്ര ഖലു. ഇവിടെ പറയുകയാണ്, 11,000 പുത്രന്മാരെ സൃഷ്ടിച്ചു. അവരൊക്കെ മോക്ഷമാർഗത്തിലേക്ക് നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം നടന്നു നീങ്ങി എന്ന് പറഞ്ഞു. പിന്നീട് തത ഷഷ്ട്യാദുഹിതൃഭി 60 പെൺമക്കൾ വഴി കുലൗഘാൻ സൃജത തസ്യ
പല പല വംശങ്ങളെയും സൃഷ്ടിച്ചുകൊണ്ട് തസ്യ ആ ദക്ഷന്റെ ദൗഹിത്രസൂനു സ വിശ്വരൂപ, മകളുടെ മകന്റെ മകനായ വിശ്വരൂപൻ, അതിഥിയുടെ പുത്രൻ ത്വഷ്ടാവ്, ത്വഷ്ടാവിന്റെ പുത്രൻ വിശ്വരൂപൻ. ആ അധ ആജൗ ഇന്ദ്രം ത്വൽ സ്തോത്രവർമ്മിതം അജാപയൽ. വിശ്വരൂപൻ പിന്നീട് യുദ്ധത്തിൽ ദേവേന്ദ്രനെ അവിടുത്തെ സ്തോത്രം കൊണ്ട് രക്ഷ ചെയ്ത് ജയിപ്പിക്കേണ്ടായി. നാരായണ കവചം എന്നുള്ള മഹത്തായ ആ മന്ത്രം. ദേവ ത്വദീയ മഹിമ സർവജൈത്ര ഖലു. അവിടുത്തെ മാഹാത്മ്യം എല്ലാവരെയും ജയിക്കുന്നതാണല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ 60 പെൺകുട്ടികൾ വഴി വംശത്തെ സൃഷ്ടിച്ചു. അതിഥിയുടെ മക്കളായ ദ്വാദശാദിത്യന്മാരിൽ 4-മനാണ് ത്വഷ്ടാവ്. ത്വഷ്ടാവിന് രചന എന്ന അസുര സ്ത്രീയിൽ ജനിച്ച പുത്രനാണ് വിശ്വരൂപൻ. ബൃഹസ്പതി ദേവേന്ദ്രനെ ഉപേക്ഷിച്ചു പോയി ഒരിക്കൽ, അനാദരം കാരണം. ഗുരുവിനെ ആദരിച്ചില്ല, അനാദരിച്ചു. ദേഷ്യപ്പെട്ടു ബൃഹസ്പതി. താൻ ഇവിടെ ആവശ്യമില്ലാത്തവനാണെങ്കിൽ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ച് ആ ദേവഗുരു അവിടുന്ന് ദേവന്മാരെ ഉപേക്ഷിച്ചു പോയി. അപ്പോഴേക്കും അസുരന്മാർ യുദ്ധത്തിന് വന്നു. യുദ്ധത്തിൽ ദേവന്മാർക്ക് തോൽവി. ഗുരുനാഥനില്ലാത്തതാണ്, ഗുരുത്വമില്ലാത്തതാണ്, കുരുത്തമില്ലാത്തതാണ് ഇതിന് കാരണം എന്ന് ദേവന്മാരോട്, പ്രത്യേകിച്ച് ദേവേന്ദ്രനോട് ബ്രഹ്മാവ് പറഞ്ഞു. അതനുസരിച്ചാണ് ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം പാലിച്ചും കൊണ്ട് വിശ്വരൂപനെ പുരോഹിതനായിട്ട് വരിച്ചു എന്ന് പറയുന്നു. ആ നാരായണ കവചം വളരെ വിശേഷമായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ ഷഷ്ഠസ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 6-ാമത്തെ അധ്യായം, 6-ാമത്തെ സ്കന്ധം, 8-ാമത്തെ അധ്യായം. അപ്പം ആ നാരായണ കവച സ്മരണയോടുകൂടി, ആ നാരായണ കവചത്തിൻ്റെ ശക്തി കൊണ്ടാണ് ദേവന്മാർക്ക് നഷ്ടപ്പെട്ട നാഗലോകം തിരിച്ചു കിട്ടിയത് എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം. അതിനുശേഷം അതിൻ്റെ ഭാഷാഗാനമായ ശ്രീഹരിയം പാടി നമുക്ക് ഇന്ന് സമർപ്പിക്കുകയും ചെയ്യാം. ഷഷ്ട്യാ തതോ ദുഹിതൃഭി സൃജത കുലൗഘാൻ ദൗഹിത്രസൂനുരഥ തസ്യ സ വിശ്വരൂപാം ത്വൽസ്തോത്രവർണ്ണിതമജാപയതിന്ദ്രമാജൗ ദേവ ത്വദീയ മഹിമാ ഖലു സർവജൈത്ര. ഇവിടെ ഇനി ചിത്രകേതു ഉപാഖ്യാനാണ് നമുക്ക് നാളെ കേൾക്കാനുള്ളത്. അതിനു മുമ്പ് ഈ രംഗങ്ങളെ ഭാഷാഗാനമായിട്ട് പാടി സമർപ്പിക്കാം. നാരായണ 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 രാധാ ഗോവിന്ദ. ദക്ഷൻ തൻ്റെ പുത്രിമാരാൽ പല വംശം സൃഷ്ടിച്ചല്ലോ, മകളുടെ പൗത്രനാകും വിശ്വരൂപനും. ദേവേന്ദ്രനെ രക്ഷിച്ചല്ലോ നാരായണ കവചത്താൽ, ഭഗവാന്റെ മാഹാത്മ്യത്താൽ വിജയമെന്നും. നാരായണ 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 രാധാ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിഭുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.